വെളിപ്പാട് പുസ്തകം 13:15. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാസംഭവങ്ങൾ അരങ്ങേറാനിരിക്കുകയാണ്. അന്ത്യകാലത്ത് മനുഷ്യജീവിതം അസഹനീയമായി തീരുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഒരു ഭാഗത്ത് ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ തന്നെ മറുഭാഗത്ത് വിവിധ മതാദർശങ്ങളുടെ തീവ്ര സ്വഭാവം മനുഷ്യരെ മൃഗങ്ങളെക്കാൾ അധമരാക്കി മാറ്റും. അധർമ്മവും അതിക്രമവും ക്രമാതീതമാകും. ഒപ്പം ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ വിവിധ ഭാവങ്ങളിൽ പെയ്തിറങ്ങും. യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരെ ചേർത്ത അനന്തരം ഭൂമിയിൽ എതിർക്രിസ്തുവിൻ്റെ കഠിനമായ ഭരണമായിരിക്കും. മൃഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന എതിർക്രിസ്തു നടപ്പിലാക്കുന്ന ക്രൂരതകളിൽ ഒന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. മൃഗത്തിൻ്റെ പ്രതിമ തൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഭൂമിയിലെമ്പാടും സ്ഥാപിക്കുകയും അതിനെ നമസ്കരിക്കാൻ സകല മനുഷ്യർക്കും നിയമം മൂലം കൽപ്പന നൽകുകയും ചെയ്യും. ആ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കാനും അത് സംസാരിക്കാനും നമസ്കരിക്കാത്തവരെ കൊല്ലാനും വിധം എതിർക്രിസ്തുവിന് ബലം ലഭിച്ചു എന്നാണ് ഈ വാക്യം പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ഇത് 2000 വർഷം മുമ്പ് എഴുതുന്ന സമയത്തും ഭൂമിയിൽ പ്രതിമകൾ ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് ജീവൻ വയ്ക്കുന്നതും സംസാരിക്കുന്നതുമൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യനല്ലെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ റോബോട്ടുകൾ സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്കിടയിലൂടെ ഒരു റോബോട്ട് മനുഷ്യനെന്ന വിധം നടന്നുപോയാൽ അതിനെ പ്രോഗ്രാം ചെയ്തവർക്കല്ലാതെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാങ്കേതിക വിദ്യ വികസിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് കൃത്രിമ ബുദ്ധി നൽകപ്പെടുന്നതാണ് ഇവിടുത്തെ വിഷയമെങ്കിലും ഈ പ്രവചനങ്ങൾ അന്ത്യകാലത്തേക്കുള്ളതാകിയാൽ ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തെത്തിയ കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. ആ പ്രത്യാശാ നാളിനെ എതിരേൽക്കാൻ ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.